ഒരു ക്രിസ്തീയ പശ്ചാത്തലവും അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസവും സംഘപ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ദേശീയതയും കോൺട്രഡിക്ടറി അല്ല. ഇത് മനുഷ്യൻ്റെ മനസ്സിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ കാലങ്ങളായിട്ടുള്ള ഇടതുപക്ഷ എന്താ പറയുന്നത് ചിന്താഗതിയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു പെർസെപ്ഷൻ മാത്രമാണ്. ഏത് ആംഗിളിലാണ് ക്രിസ്തീയ വിശ്വാസവും ദേശീയതയും തമ്മിൽ കോൺട്രഡിക്ഷനോ കോൺഫ്ലിക്റ്റോ വരുന്നത്? ഒരിടത്തും വരുന്നില്ല. ക്രൈസ്തവരുമാണെങ്കിലും ക്രൈസ്തവ സമൂഹമാണെങ്കിലും എന്നും ഭാരതീയതയോടൊപ്പം ദേശീയതയോടൊപ്പം രാഷ്ട്രം മുമ്പോട്ട് വരണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. എനിക്ക് വളരെ കൺവിക്ഷനോടുകൂടി പറയാൻ സാധിക്കും. പക്ഷെ അത് അങ്ങനെ വിശ്വസിക്കാത്ത ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അവർ ആദ്യമേ പറയുന്നത് മതരാഷ്ട്രത്തിന് ശേഷമേ ഉള്ളൂ മറ്റെന്തും. കോൺസ്റ്റിറ്റ്യൂഷനും ഭരണഘടനയും ഭാരതത്തിലെ രീതികളും ഒക്കെ അവരെ സംബന്ധിച്ച് അവരുടെ ശരീഅത്തും കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരെ സംബന്ധിച്ച്. അത് അവരുടെ ഐഡിയോളജിയാണ്. മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരെ സംബന്ധിച്ച് രാഷ്ട്രം എന്ന കൺസെപ്റ്റും മറ്റുമൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ മുതൽ പഠിപ്പിക്കുന്നത് രാഷ്ട്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. സ്വന്തം വിശ്വാസം പോലും രാഷ്ട്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ, രാഷ്ട്രമാണ് പരമപ്രധാനം എന്നുള്ളത് ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു എന്താ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലൊരു വലിയ ക്രിസ്തീയ പുരോഹിതൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രാഷ്ട്രം, ഞാൻ ബൈ സിറ്റിസൺഷിപ്പ് ഇന്ത്യനാണ്, ബൈ കൾച്ചർ ഹിന്ദു ആണ്, ബൈ റിലീജിയൻ ഞാൻ ക്രിസ്ത്യനാണ്. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവവിശ്വാസം ഇപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിലാണ്. പക്ഷെ അതേസമയം ഞാൻ ജീവിച്ചു വരുന്നത് എൻ്റെ ജീവിത രീതി. ഇപ്പം നേരത്തെ ഹിന്ദുത്വം എന്ന് ചോദിച്ചല്ലോ. എന്താണ് ഹിന്ദുത്വം? ഹിന്ദുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ത്വം എന്ന് പറയുന്ന ഒരു വാക്കിന് ഇപ്പം നിശ്ചലത്വം എന്ന് പറയുന്നത് എന്താണ്? നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥ. അതല്ലേ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നതിൻ്റെയും ആ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലങ്ങളായിട്ട് ഇവിടെ ഒരു സനാതന പരമ്പരയുണ്ട്. ആ സനാതന പരമ്പര മുമ്പോട്ട് വെക്കുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾക്കനുസരിച്ചുള്ള ജീവിതശൈലിയുണ്ട്. ആ ജീവിതശൈലിയിൽ ഉറച്ചു നിന്ന് പോകുന്ന ഒരു രീതിയാണ് ഹിന്ദുത്വം എന്ന് വിളിക്കുന്നത്. ഇപ്പം ഭാരതത്തിൻ്റേതായിട്ടുള്ള ഒരു തനതായിട്ടുള്ള ഒരു ജീവിതശൈലിയുണ്ട്. ഭാരതത്തിന് തനതായിട്ടുള്ള ചില ജീവിത രീതികളുണ്ട്. അടിയുറച്ചു പോകുന്നതിനെ തന്നെയാണ് ഹിന്ദുത്വം എന്ന് വിളിക്കുന്നത്. അതും മതവിശ്വാസം തമ്മിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. അതും എൻ്റെ മതവിശ്വാസം തമ്മിൽ കോൺട്രഡിക്ഷൻ ആണെന്ന് ആരെങ്കിലും വരുത്തി തീർത്താൽ, അങ്ങനെ ആലോചിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു പോസിബിലിറ്റി വരുന്നുള്ളൂ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഭാരതീയനാണ്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ദൈവവിശ്വാസം ക്രിസ്തീയ വിശ്വാസമാണ്. അങ്ങനെയുള്ള ഒരു കോൺട്രഡിക്ഷൻ ക്രിസ്ത്യൻസിന് ഒരിക്കലും വരത്തില്ല, ഇനിയും വരത്തില്ല, പണ്ടും ഉണ്ടായിരുന്നില്ല. അതുണ്ടാക്കിയെടുത്ത ഒരു പെർസെപ്ഷനാണ്. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഈ ചോദ്യം വരുമ്പോൾ വളരെ ഓഡായിട്ട് തോന്നുന്നത്. എന്തിനാണ് എല്ലാ ഇൻ്റർവ്യൂവിലും എന്നോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്?